ഹലോ ഗേസ്, നമ്മൾ പുതിയ വ്ളോഗ് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത് ചൂട് സമയത്ത് കുളിക്കാൻ വേണ്ടി ഇങ്ങാട്ട് എവിടെയാ പോകുന്നത്? മുത്തപ്പം പോയ അരിപ്പാറ. ഹലോ ഗേസ്, നമ്മളിപ്പോൾ കൊടുവള്ളി എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് കൂടത്തായിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കൊടുവള്ളിയാണുള്ളത്. കൊടുവള്ളിയിൽ നിന്ന് കൂടത്തായിലേക്ക് പോയിട്ട് ആണ് അടുത്തത് പറയാം. നമുക്ക് ഇതിപ്പോൾ കൊടുവള്ളിയാണ്. കൊടുവള്ളി ബസ് സ്റ്റാൻഡ് ഇതാണ്. കൊടുവള്ളിയിൽ നിന്ന് മാനിപുരം കൂടത്തായി റോഡിലാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മളെ കൊടുവള്ളി ബസ് സ്റ്റാൻഡ്. കൊടുവള്ളി അറിയാത്തവർക്ക് ഇതാണ് കൊടുവള്ളി ബസ് സ്റ്റാൻഡ്. കൊടുവള്ളി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉള്ള സ്ഥലമാണ്. നമ്മൾ പോകേണ്ടത് ഓമശ്ശേരി റോഡിന് പോയിട്ട് മാനിപുരം എന്ന സ്ഥലത്ത് നിന്ന് തിരിയേണ്ടതാണ്. ഇതിൽ നേരെ പോയാൽ നമ്മളെ പടനിലം കോഴിക്കോട് റൂട്ട്, ഇതിലങ്ങോട്ട് പോയാൽ വയനാട് റൂട്ട്, ഇതിലെങ്ങോട്ട് പോയാൽ ഓമശ്ശേരി റൂട്ട്. നമ്മൾ ഓമശ്ശേരി റോഡിന് പോയി. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മാനിപുരം എത്തി. മാനിപുരത്ത് നിന്ന് നമുക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടത്. ഇടത്തോട്ട് ഷോർട്ട് കട്ടാണ്. ഓമശ്ശേരി റോഡിന് പോവുക, പക്ഷെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഷോർട്ട് കട്ടാണ്. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ തന്നെ പോവുക. അടുത്ത ജംഗ്ഷനിൽ തിരിയേണ്ടിടത്ത് നമ്മൾ പറയുക, നേരെ തന്നെ പോവാം. നമ്മളിതാ ഈ ജംഗ്ഷനിൽ നിന്ന് കളരാന്തിരി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിയണം. ഇതൊരു ഷോർട്ട് കട്ട് റോഡാണ്. ഓമശ്ശേരി റോഡിന് നേരെ പോയിട്ടും കൂടത്തായിക്ക് പോവാം. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് പോവാം. ഇതിലെങ്ങനെ കയറി പോയി ഇതിലെ നേരെ തന്നെ പോവാം. ഇതിലെ നേരെ പോയാൽ നമ്മൾ വെളിമണ്ണയ്ക്ക് ചാടുന്നതാണ്. നമ്മളിതാ വെളിമണ്ണയ്ക്ക് കയറാൻ പോവാണ്. വെളിമണ്ണ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലമാണിത്. അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുഴേൻ്റെ നടുക്കൂടെ നമ്മൾ ചെറിയൊരു പാലത്തിന് കയറി പോവുകയാണ്. ഇത് മൊത്തം ഷോർട്ട് കട്ടാണ്. നമുക്ക് കൊടുവള്ളിയിൽ നിന്ന് നേരെ ഓമശ്ശേരി റോഡിന് വന്നാൽ നമുക്ക് കൂടത്തായിക്ക് ചാടാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഷോർട്ട് കട്ട് വഴിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ വെളിമണ്ണ അങ്ങാടിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി വെളിമണ്ണയിൽ നിന്ന് നേരെ കൂടത്തായി. ഇനി കൂടത്തായി എത്തിയിട്ട് നമുക്ക് കാണാം. ഹലോ ഗേസ്, നമ്മളിപ്പോൾ വെളിമണ്ണയിൽ നിന്ന് നേരെ വന്നിട്ട് കൂടത്തായി ഓമശ്ശേരി റോഡുമേലേക്ക് ചാടുകയാണ്. ഇത് ഷോർട്ട് കട്ടാണ്. ഓമശ്ശേരി വഴിക്കും വരാം. ഇങ്ങോട്ട് പോയാൽ ഓമശ്ശേരിക്കാണ്. ഇതിലെ ഇങ്ങോട്ട് തിരിച്ചാൽ കൂടത്തായി. ഇനി നമുക്ക് കൂടത്തായി എത്തിയിട്ട് കാണാം. നമ്മളിതാ കൂടത്തായി അങ്ങാടിയിൽ എത്താനായി. കൂടത്തായി നിന്ന് കോടഞ്ചേരി മൈക്കാവ് കോടഞ്ചേരി റോഡിനാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിതാ കൂടത്തായി അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ്. കൂടത്തായി അങ്ങാടിയിൽ നിന്ന് നമുക്ക് വലത്തോട്ട് തിരിയണം. മൈക്കാവ് കോടഞ്ചേരി റോഡിന് തിരിയണം. നമ്മളിപ്പോൾ മൈക്കാവ് കോടഞ്ചേരി റോഡിനാണ് കയറിയിരിക്കുന്നത്. ഇനി നമുക്ക് മൈക്കാവ് എത്തിയിട്ട് കാണാം. ഈ റോഡിന് നേരെ തന്നെ പോയാൽ മതി. ഹലോ ഗൈസ്, നമ്മൾ മൈക്കാവ് എത്തുന്നതിന് മുമ്പ് അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. മതിൽമൽ ശില്പങ്ങൾ നിർമ്മിച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും ഇതാ കാണിച്ചു. നമ്മളിപ്പോൾ മൈക്കാവ് അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മൈക്കാവ് അങ്ങാടി. ഇവിടുന്ന് നേരെ തന്നെ പോവുക. കോടഞ്ചേരി റൂട്ട് അതിമനോഹരമായ റോഡാണിത്. നമ്മൾ കാഴ്ചകളും എല്ലാം കണ്ട് നല്ല റബ്ബർ തോട്ടവും എല്ലാം കണ്ട് പോകാൻ പറ്റിയ അതേ റോഡാണ്. അതിമനോഹരമായ റൂട്ടാണിത്.
കോടഞ്ചേരി റോഡ്, റബ്ബർ തോട്ടം. ഹലോ ഗൈസ്, നമ്മൾ മൈക്കാവുന്ന നേരെ വന്നാൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തും. ഇവിടുത്തെ സ്ഥലപ്പേരെന്താന്ന് വെച്ചാൽ അറിയില്ല. ആ ജംഗ്ഷന് നമ്മൾ നേരെ ഇടത്തോട്ട് പോവുക. ഇടത്തോട്ട് നേരെ പിടിച്ചാൽ ഇവിടെ ഒരു കള്ള് ഷാപ്പിൻ്റെ ബോർഡ് കാണാം. അവിടുന്ന് നേരെ തന്നെ പിടിക്കുക. അതായത് കോടഞ്ചേരി റോഡിന് നമ്മൾ പോവുക. അവിടുന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ തന്നെ വരിക. കുറേ വളവുകളൊക്കെ തിരിഞ്ഞ് ഇതേപോലെ ഇങ്ങനെ പോവാം. പോയിട്ട് നമ്മളിതാ നേരെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് വലത്തോട്ട് തിരിയണം. അതായത് നേരെ പോയിട്ട് ഫസ്റ്റ് വലത്തോട്ട്. ഈ ജംഗ്ഷന് നമ്മൾ വലത്തോട്ട് തിരിയുക. വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ തന്നെ പോവുക. ഇത് നമ്മളെ കൂടെ ഉള്ളവരാട്ടോ ഈ രണ്ടുപേര്. ഹലോ ഗൈസ്, നമ്മൾ ആ റോഡിന് നേരെ തന്നെ വന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു റോഡിന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ കയറിയിട്ട് അടുത്തതും വലത്തോട്ട് തിരിയുക. അടുത്ത ജംഗ്ഷൻ എത്താനായി. അവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് പോവുക. കാണിച്ചു തരാം. ഇവിടെ നേരത്തോട്ട് തിരിഞ്ഞാൽ കോടഞ്ചേരി അങ്ങാടി എത്തി. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിക്കുക. വലത്തോട്ട് തിരിയൂ ഡ്രൈവർ. സ്പൾബർ വലത്തോട്ട് തിരിയൂ. സ്പൾബർ ലേശം സ്ലോ ആണ്. എന്നിട്ട് ഈ റോഡിന് നേരെ പോയാൽ നമ്മൾ പുല്ലൂരാമ്പാറ എത്തുന്നതാണ്. നമ്മൾ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ഒരു ജംഗ്ഷൻ എത്തുന്നതാണ്. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് തിരിയേണ്ടതാണ്. ഇതാണ് ആ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് തിരിയണം. റോഡ് ഏത് റോഡ്? ഇഎംസ് റോഡിന് തിരിയേണ്ടതാണ്. അതിന് തിരിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുക. നമ്മൾ ആ അങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ട് കയറിയിട്ട് നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ജംഗ്ഷൻ എത്തും. ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും നമുക്കറിയില്ല, എന്നാലും നോക്കട്ടെ. തോട്ടുമുയി നിന്ന് നമ്മൾ വലത്തോട്ട് തിരിയുക. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ റൂട്ടാണ്. താഴെ കൊക്കോ, മേലെ കാപ്പി, അതിമനോഹരമായ റൂട്ടാണ്. ഇതിലൂടെ ഒക്കെ പോകാന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ തന്നെയാണ്. എത്ര ചൂട് നിന്ന് ഇങ്ങോട്ട് എത്തുന്നതാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേറൊരു ഫീലാണ് ഈ റൂട്ടിന് പോവാന്ന് പറഞ്ഞാൽ. ഹലോ ഗൈസ്, നമ്മൾ ആ റോഡിന് നേരെ തന്നെ വന്നാൽ ഇങ്ങനെ ഒരു ചെറിയ ജംഗ്ഷൻ കാണാം. അവിടുന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് തന്നെ പോവുക. നേരെ തന്നെ പോവുക, വലത്തോട്ട് തിരിയാതെ നേരെ തന്നെ പോവുക. അതിമനോഹരമായ കാഴ്ചകളാണിത്. സൈഡിൽ റബ്ബർ തോട്ടവും സൈഡ് കാപ്പിത്തോട്ടവും. നമ്മൾ ആ ജംഗ്ഷൻ നമ്മൾ നേരെ തന്നെ കയറിയാൽ ഇതേപോലെയുള്ള റോഡിനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോയി നമ്മൾ അവസാനം ഒരു വലിയൊരു പാലത്തിൻ്റെ അടുത്തെത്തുന്നതാണ്. ഹലോ ഗൈസ്, നമ്മൾ ആ റോഡിന് നേരെ തന്നെ വന്നാൽ ഇതേപോലെയുള്ള ഒരു ജംഗ്ഷനിലേക്ക് ചാടുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ പുല്ലൂരാമ്പാറ, അതായത് പുല്ലൂരാമ്പാറ എന്ന് വെച്ചാൽ വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു പാലം കാണാം. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നേരെ പോയാൽ ആ കാണുന്ന ജംഗ്ഷനാണ് പുല്ലൂരാമ്പാറ. അവിടെ നിന്ന് നമ്മൾ നേരെ ആനക്കമ്പോയിൽ റോഡിന് പോകണം. ആനക്കമ്പോയിൽ അരിപ്പാറ മുത്തപ്പൻപുഴ റോഡിന് നമുക്ക് കയറേണ്ടതാണ്. ഇതാണ് പുല്ലൂരാമ്പാറ പാലം. ഈ പാലത്ത് നിന്ന് നമ്മൾ
ഇടത്തോട്ട് തിരിയേണ്ടതാണ്. ഗൈസ് ഇതാ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ജംഗ്ഷൻ എത്തിയിട്ട് നമ്മൾ പറയുന്നതാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പുല്ലൂരാമ്പാറ ജംഗ്ഷനിലാണുള്ളത്. പുല്ലൂരാമ്പാറ ജംഗ്ഷനിൽ നമ്മളൊരു ഹോട്ടലിൽ കയറുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടൽ ഗ്രീൻ ചില്ലിയിലാണ് കയറുന്നത്. ഇത് നമ്മളെ കൂടെ വന്ന കട്ട, മുന്നിൽ ബബി, ബാക്കിൽ അതാ കണ്ണ്. നമ്മളിതാ ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. ഹലോ ഗേസ്, നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മളിതാ പുല്ലൂരാമ്പാറ ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ബിരിയാണി ഇപ്പം വരുമോ എന്നുള്ള ക്ഷമയിലാണ്. വരുന്നതും കാത്ത് നിൽക്കുന്നു. ഹലോ ഗേസ്, നമ്മളങ്ങനെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ നോക്കാം. ഇത് പുല്ലൂരാമ്പാറ സ്പെഷ്യൽ ബിരിയാണിയാണ് പോലെ. കഴിച്ചിട്ട് എങ്ങനെന്ന് പറയും, അഭിപ്രായം പറയും. അടിപൊളിയാ? കഴിക്ക്. ഇനി അടുത്ത ആള് കഴിക്ക്. സെറ്റാ? ഇനി അടുത്ത ആള്. അടിപൊളി. കഴിക്കാതെയോ? ആ ഓക്കെ. എങ്ങണ്ട്? പൊളി. സെറ്റ്. പുല്ലൂരാമ്പാറ എന്തായാലും ഗ്രീൻ ചില്ലി ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പുല്ലൂരാമ്പാറ ജംഗ്ഷനിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണി, ഗ്രീൻ ചില്ലി ഹോട്ടലിൽ നിന്ന് അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളിതാ ഇവിടെ ആനക്കമ്പോയിൽ നിന്ന് പറയുന്ന ഒരു അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കമ്പോയിൽ അങ്ങാടിയിൽ നിന്ന് നമുക്ക് പോകേണ്ടത് നേരെ തന്നെ പോകുക. ആനക്കമ്പോയിൽ അങ്ങാടിയിൽ നിന്ന് നമ്മൾ നേരെ തന്നെ പോവുക. അരിപ്പാറ വെള്ളച്ചാട്ടവും അതേപോലെ നമ്മളെ മുത്തപ്പം പോയ ആ പോകുന്ന റൂട്ടാണിത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ആനക്കമ്പോയിൽ നേരെ തന്നെ വന്നാൽ ഇത് ഈ റോഡിന് നേരെ തന്നെ പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഒന്ന് നിർത്ത്. മുത്തപ്പം പോയ നേരെ ആനക്കമ്പോയിൽ താഴെ തിരുവമ്പാടി, മുക്കം, കോഴിക്കോട്, കോടഞ്ചേരി. നമുക്ക് നേരെ മുത്തപ്പം പോയിലേക്കാണ് പോകേണ്ടത്. അതേപോലെ നമ്മൾ ആനക്കമ്പോയിൽ നിന്ന് നേരെ തന്നെ പോന്നാൽ മതി. എങ്ങോട്ട് തിരിയൊന്നും വേണ്ട, നേരെ പോവാം. ഈ റോഡിൽ KSRTC ബസ് ഉണ്ട്. നമ്മൾ ആ റോഡിന് നേരെ തന്നെ അതിമനോഹരമായ കാഴ്ചകളിലൂടെ നമുക്ക് പോവാം. ഈ കൊടും ചൂട് വേനൽക്കാലത്ത് നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിലൂടെ പോകുന്നേരം വളരെ അനുഭൂതിയായ തണുപ്പ് രേഖപ്പെടുന്നത്. എന്താ സുഖം എന്നറിയത്തില്ല. ഇങ്ങനെ പോലെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങ് അറ്റം, ഈ റോഡ് തീരുന്ന സ്ഥലം നമ്മളെ സ്വന്തം മുത്തപ്പം പുഴ. അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഹലോ ഗൈസ്, ഇവര് നമ്മളെ കൂടെ ഉള്ളതാണ്. ഹലോ ടാറ്റ. മനോഹരമായ കാഴ്ചകൾ. അതിഗംഭീരമായ കോട, അതും ഈ നമ്മുടെ ഈ ഉച്ച ടൈമിന് അതിമനോഹരമായ കോടക്കാറ്റ്. കോടയിലൂടെ നമ്മൾ ഇതാ പോകുന്നു ഗൈസ്. അതിമനോഹരമായ കാഴ്ചയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതാ മഴ പെയ്യുന്നു. മഴ അടിപൊളി ഫീൽ. ദാറ്റ്സ് യുവർ ഗുഡ് കൺട്രി ഓഫ് യെസ്. മല, മഴ, അടിപൊളി വൈബ്. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മഴ ഇവിടെ എത്താൻ നേരമില്ല, അപ്പോഴേക്ക് മഴ. വേറൊരു വൈബ് തന്നെ ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇതാ മുത്തപ്പൻപുഴ ജംഗ്ഷൻ, അതായത് മുത്തപ്പൻപുഴ അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുത്തപ്പൻപുഴ ചർച്ച്. ഇവിടെ നിന്നും നമ്മൾ നേരെ തന്നെ പോവുകയാണ്.
ഈ റോഡ് എൻ്റെ തീരുന്നിടത്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അതായത് ഈ റോഡ് തീരുന്ന സ്ഥലം, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടേ നിൽക്കുന്നത്. ഇവിടെ നിന്നൊക്കെ നേരെ തന്നെ പോവുക, എങ്ങോട്ടും തിരിയേണ്ട ആവശ്യമില്ല, നേരെ തന്നെ പോവുക. ഇത് ഒരു അടിപൊളി സ്കൂളാണ്. ഹൈസ്കൂളിൻ്റെ ബാക്കിൽ അടിപൊളി ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണപ്പെടുന്നതാണ്. ഇവിടെയൊക്കെ റോഡ് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്നാലും നമുക്ക് വരാവുന്നതാണ് സൈഡിലൂടെ. നമ്മളെ കൂടെ ഉള്ളവർ ബാക്കിൽ തന്നെ ഉണ്ട്. അതിമനോഹരമായ കാഴ്ചകളിലൂടെ അമ്മ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പോകണം. അതാണ് അടിപൊളി. ഹലോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിരിക്കുന്നു. ഒരു വെറും ഏകദേശം 1 കിലോമീറ്റർ ദൂരം കൂടിയേ ഉള്ളൂ. ഈ റോഡ് നമ്മൾ താഴേന്ന് കയറിയ അതേ റോഡ് തന്നെയാണ്, മുത്തപ്പമ്പുഴ റോഡ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ, ജസ്റ്റ് 1 കിലോമീറ്റർ കൂടി നമുക്ക് യാത്ര ചെയ്യാനുള്ളൂ. ഈ റോഡിൻ്റെ എൻഡിലാണ് നമുക്ക് പോകേണ്ടത്. ഏതാ റോഡ്? അതിമനോഹരമായ സ്ഥലത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ എൻ്റെ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. കോട മൂടിക്കിടക്കുകയാണ്. നിങ്ങൾക്ക് ഫോണിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ നല്ല കോടയാണ്. എന്താ പറയുക, അത്രയ്ക്കും കൂടുതൽ തണുപ്പാണ് ഈ പ്രദേശത്ത്. അതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കൊടും ചൂട് എന്ന് വെച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് അതിമനോഹരമായ തണുപ്പ്. ഹലോ ഗേസ്, നമ്മളങ്ങനെ നമ്മുടെ സ്ഥാനം എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര കോടയാണ്. നമ്മളിതാ എത്തിക്കൊണ്ടേ നിൽക്കുകയാണ് ഗേസ്. ഈ റോഡിൻ്റെ എൻഡിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ജസ്റ്റ് ഫോർ 2 minutes. ഹലോ ഗേസ്, നമ്മളിതാ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഈ ആനക്കാമ്പോയിൽ നിന്ന് കയറിയിട്ടുള്ള റോഡിൻ്റെ എൻഡിൽ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കാമ്പോയിൽ നിന്ന് നേരെ തന്നെ നമ്മൾ കയറിയാൽ മതി. ആ റോഡിൻ്റെ എൻഡാണിത്. ഈ എൻഡിൽ നിന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കണം. വണ്ടി ഇവിടെ വരെ പോകുകയുള്ളേ ഉള്ളൂ. ഗൈസ്, നമ്മളങ്ങനെ ഇതാ ഈ റോഡിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഈ എൻഡിൽ നിന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കേണ്ടതാണ്. കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് നമ്മളെ മുത്തപ്പമ്പുഴ താഴെയാണ്. അതിൻ്റെ മുകളിലുള്ള വേറൊരു പ്ലേസാണ്. നമ്മളെ കൂടെ ഉള്ളവർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഗൈസ്, നമ്മളവിടെ വണ്ടി വെച്ചിട്ട് ഇതാ കുറച്ച് ദൂരം നടക്കാണ്ട് നമ്മളിങ്ങനെ നടന്ന് പോണം. ഗൈസ്, നമുക്ക് ഒരു തൂക്കുപാലൊക്കെ കയറി പോകാണ്ട്. കുറച്ച് ഡേഞ്ചറസ് ആണ്. എന്താ പറയുക, കവുങ്ങിൻ്റെ ഇത് വിട്ട ഒരു തൂക്കുപാലാണ്. കുറച്ച് ഡേഞ്ചറസ് ആണ്. നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ട് പോയിരിക്കുകയാണ്. മുത്തപ്പമ്പുഴ താഴെയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ മുത്തപ്പമ്പുഴേൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ എന്താ പറയുക, എത്ര ഹിഡൻ സ്പോട്ട്. യെസ്, ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഒരു സ്ഥലമാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി അവിടെ വരെയോ വരികയുള്ളൂ.
യെസ് കേസ് നമ്മളിതാ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരള വനവകുപ്പിൻ്റെ വന്യജീവി വകുപ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഒരു ഡേഞ്ചറസ്, അതായത് ലേശം ഡേഞ്ചറായ ഒരു വഴിയിലൂടെ പോകണം. താഴെ കൂടെയും പോവാം, പക്ഷെ നമ്മൾ അഡ്വഞ്ചർ എടുക്കുന്നതാണ്. ഇതിലൂടെ നടന്ന് നമുക്ക് പോയിട്ട് ലേശം ഡേഞ്ചറാണ് ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ തൂക്കുപാലം. കുറച്ച് ഡേഞ്ചറസ് ആണ്, കുറച്ച് പ്രശ്നമാണ്. കവുങ്ങ് ചീതി കാട്ട് വെച്ചതാണ്, അതിലൂടെ നടന്ന് പോണം. പക്ഷെ സ്ഥലം വൈബ് സ്ഥലമാണ്. അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ പോയി. താഴെ ഫുള്ള് പാറ. ഗൈസ്, സ്ഥലം എങ്ങനെയുണ്ട്? ഓ, ഇനി ഇവിടെ വരെ പോയേ ഗൈസ്. ഇനി നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലവും നമ്മൾ കാണിച്ചു തരുന്നതാണ്. സ്ഥലം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഈ പാലം കയറിയും പോവാ. പിന്നെ അതാ അടിയിൽ കൂടെ ആളുകൾ വരുന്നത് കാണാം. അതിലേ വരാൻ പറ്റുന്നതാണ്. ഇത് ലേശം ടാസ്ക് ആണെന്നുള്ളൂ. നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ ഒന്നും ആരുമില്ല. ഇന്നിപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇതാണിപ്പോൾ വന്ന വഴി. ഇതിലെ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോകണം. ഇതെന്ന് വെച്ചാൽ ഓൺ റിസ്കിൽ നടക്കാൻ പറ്റിയ സ്ഥലമാണ്. സ്വന്തം റിസ്കിൽ നമ്മൾ നടക്കണം, എന്ത് പറ്റിയാലും. താഴെ ഫുള്ള് പാറയാണ്. ഗൈസ്, അന്ന് ഞങ്ങൾ കുളിച്ചത് ഈ പാറേൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു. ഇന്ന് അവിടെ കുറേ ആളുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി മുകളിലേക്ക് പോവുകയാണ്. ഇതിലാണ് വഴി. സൈഡിൽ കൂടെ നടന്ന് കയറി പോകണം. മുകളിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതൊക്കെ ഇതൊക്കെ എന്താ പറയുക, കുറച്ച് ഡേഞ്ചറസ് ആണ് നടക്കുമ്പോൾ. പോവാ നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ സ്വന്തം റിസ്കിൽ നടക്കണം. കുറച്ച് പ്രശ്നമാണ്. പോയി നമ്മൾ അങ്ങ് ദൂരെ എത്തും. ഗൈസ്, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. നമ്മൾ അങ്ങ് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നും ആ ചൂടിൽ നിന്ന് നമ്മൾ അതിമനോഹരമായ തണുപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ക്ലീൻ അടി നല്ലതുപോലെ കാണാൻ പറ്റുന്ന വെള്ളം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടർ വാട്ടർ വിഷ്വൽസ് കാണിച്ചു തരുന്നതാണ്. ഗൈസ്, എങ്ങനെയുണ്ട് പ്ലേസ്? എങ്ങനെയുണ്ട് ഗൈസ്? അതിമനോഹരമായ സ്ഥലമാണിത്. ഈ വെള്ളത്തിൻ്റെ തണുപ്പ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ അത്ര ചൂട് നിന്ന് ഇവിടേക്ക് വന്നതാണെന്ന് പോലും അറിയാൻ പോലും പറ്റാത്ത അതിഗംഭീരമായ തണുപ്പാണ് ഈ വെള്ളത്തിൻ്റെ അടി. ക്ലാരിറ്റി, തെളിഞ്ഞ വെള്ളം. ഹലോ ഗേസ്, അടിപൊളി തണുപ്പാണ്. കാല് പോലും വിറയ്ക്കുന്നു. ഇനി കുറച്ച് നമുക്ക് അണ്ടർ വാട്ടർ വിഷ്വൽസ് കാണാം. ചാട്ടെ, കുറച്ച് അണ്ടർ വാട്ടർ വിഷ്വൽസ് നമുക്ക് കാണാവുന്നതാണ് ഗേസ്. അണ്ടർ വാട്ടർ വിഷ്വൽ
നമ്മൾ ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ ടാറ്റാ.